നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്. നമ്മളെ കുറിച്ച് നമുക്കൊരു അഭിപ്രായമുണ്ട്. അതുപോലെ അത് ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം. മറ്റുള്ളവര് നമ്മളെ കുറിച്ച് അവർക്ക് എന്താണ് അഭിപ്രായം, അതാണ് ഇവിടെ ഒരാൾക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ജനറൽ റീഡിംഗ് ആയിട്ട് ഇട്ടാ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ജനറൽ റീഡിംഗ് എടുക്കുകയാണ്. എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവര് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇട്ടിട്ടുണ്ട്, കോൺടാക്ട് ചെയ്യാം കേട്ടോ, എന്നെ കോൺടാക്ട് ചെയ്യാം. ഓൾറൈറ്റ്, ചിലർ ഇവിടെ വന്ന് കമന്റ് ഇടുന്ന കണ്ടു. റീഡിംഗ് എല്ലാം നെഗറ്റീവ് ആണ്, ഒരു കാര്യവും നല്ലത് പറയുന്നില്ല എന്ന്. ഞാൻ ഇവിടെ കാണുന്ന റീഡിംഗ് പച്ചയായിട്ടാണ് പറയുന്നത്. ചില റീഡിംഗ് വളരെ നല്ലതായിരിക്കാം, ചില റീഡിംഗ് ഒന്നിനും കൊള്ളാത്തതായിരിക്കാം. അത് എന്റെ കയ്യിലല്ല. ഇവിടെ റീഡിംഗ് എങ്ങനെയാണ് വരുന്നത് അത് ഞാൻ പറയുന്നു കേട്ടോ. അപ്പോ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ഓറക്കൽ മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. കാർഡ് മറിഞ്ഞില്ല, അത് വീഴാണ് ചെയ്തത്. ഓം നമ. കുറച്ച് കാർഡ് ഇവിടെ മറന്നിട്ടുണ്ട്. ഒരു കാർഡേ മറന്നുള്ളൂ. ഒരു കാർഡാണ് ഇവിടെ മറന്നിട്ടുള്ളത്. മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പൊ ഒരേ ഒരു കാർഡേ ഇവിടെ വന്നുള്ളൂ. മെഡിറ്റേറ്റ് ചെയ്യുക. മെഡിറ്റേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മളെ തന്നെ നമ്മൾ അവലോകനം ചെയ്യുന്നതാണ് മെഡിറ്റേഷൻ. നമ്മളിലുള്ള എന്താണ് ചെയ്ത് കൂട്ടുന്നത്, എന്തൊക്കെയാണ് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്നത്, ഇതിൽ നമ്മളുടെ ഭാഗം എത്രയുണ്ട്, മനസ്സിലായി, അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എങ്ങനെയാണ്? ഇവിടെ 3 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഇവിടെ പറയുന്നത് വളരെ സീരിയസ് ആയ ഒരു കാര്യമാണ്. ഈ ഒരു കാർഡ്, ഈ വ്യക്തി എങ്ങനെയാണ് നിൽക്കുന്നത് നോക്കുക. ഈ വ്യക്തി ഈ വാളിലേക്കല്ല നോക്കുന്നത്, തിരിഞ്ഞാണ് നോക്കുന്നത്. വളരെ നിർബന്ധപൂർവം ഞാൻ എൻ്റെ കാര്യങ്ങളെ, ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുറെ കാര്യങ്ങളൊക്കെ, നമ്മളുടെ സ്വഭാവം കുറച്ചൊന്ന് വ്യത്യാസം വരുത്തിയാല് നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറെ കാര്യങ്ങൾ ഒഴിഞ്ഞു പോകും. മനസ്സിലായോ? അതാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അങ്ങനെ ഒരു ചിന്തയ്ക്ക് ഒരു ഒരു ചാൻസേ ഇല്ല. ഞാനിത് ആക്സെപ്റ്റ് ചെയ്യില്ല. മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് അവരുടെ തോന്നലാണ്, ഞാൻ അങ്ങനെയൊന്നുമല്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് ആ വാളെന്ന് പറഞ്ഞാല് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ചിന്തകള്, അതാണ് ആ കാണിക്കുന്നത്. പക്ഷെ അതിനെ മുഖം തിരിച്ച് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നിങ്ങളുടെ എനർജിയെ കാണുന്നത്. നിങ്ങൾ പൊതുവെ ഫീഡ്ബാക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. മനസ്സിലായെന്ന് വെച്ചാല് ഇപ്പൊ നിങ്ങൾ ജോലി ചെയ്യുകയാണ്, അപ്പൊ അതിനകത്ത് ഒരു ഫീഡ്ബാക്ക്, നിങ്ങൾ ഈ ചെയ്ത ജോലിയിൽ ഇത്രയും കുറവുകൾ ഉണ്ടെന്ന് നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് എന്നോട് അസൂയാണ്, അതൊന്നും ശരിയല്ല, ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് നമ്മൾ പറയുന്നത്. അതൊക്കെ നമ്മളുടെ മനസ്സിന്റെ ഒരു ചിന്തയാണ്. അപ്പൊ അങ്ങനെ റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരാളോട് കാണുന്ന വേറൊരാള് നീ അങ്ങനെ സംസാരിക്കരുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. ഞാൻ മര്യാദക്കാണ് സംസാരിച്ചത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പറഞ്ഞ് ഒരു ഇതാക്കാൻ നോക്കും. ഞാൻ അങ്ങനെ സംസാരിച്ചതല്ല, ഞാൻ ഇങ്ങനെയാണ് സംസാരിച്ചത്, എന്റെ ടോണിന്റെ പ്രത്യേകതയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് കളിച്ച് നിങ്ങൾ തെറ്റൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു എനർജി. തെറ്റാണോ ശരിയാണോ എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയാണ് ചിലരുടെ എനർജി, അങ്ങനെയാണ്. എന്റെയും അതെ. നമ്മളെ നിലനിൽപ്പാണ് നമ്മൾക്ക് ഇമ്പോർട്ടന്റ്. ചില സമയത്ത് നമ്മൾ തെറ്റ് ചെയ്തു എന്ന് നമ്മളോട് തന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്, അല്ലെ? അപ്പൊ നമ്മൾ ചിലപ്പോ അവിടെ ഉരുണ്ട് വരണ്ടേ, അങ്ങനെയൊന്നും അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്.
ചിലപ്പോ നമ്മുടെ വായിന്ന് വീണുപോയി, എന്ത് ചെയ്യും? അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്ന ഒരു വ്യക്തിത്വമാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് പറയുന്നത് നിങ്ങൾ വളരെയധികം സെൽഫ് റെസ്പെക്റ്റും സെൽഫ് കോൺഫിഡൻസും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സെൽഫ് റെസ്പെക്ട് ആവശ്യം ഉള്ള ഒരാളാണ്. നിങ്ങൾ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ നിങ്ങൾ ചില സമയത്ത് തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവരോട് ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ നിങ്ങളെ റെസ്പെക്ട് ചെയ്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചില സമയത്ത് നിങ്ങൾ തെറ്റുകൾ നിങ്ങൾ മറച്ചു വെക്കുകയോ തെറ്റ് ചെയ്തില്ലെന്ന് സമർത്ഥിക്കാനോ ഒക്കെ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാർഡ് പറയുന്നത് നിങ്ങള് ഒരു ഇങ്ങനെയുള്ള അവസ്ഥയെ നിങ്ങള് എന്നുവെച്ചാല് എന്താ പറയാ, ഇങ്ങനെയുള്ള അവസ്ഥകളെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കും. അതാണ്. അപ്പൊ എന്ന് പറഞ്ഞാല് നിങ്ങൾ മാക്സിമം വളരെ ശ്രദ്ധയോടെയാണ് ആൾക്കാരോട് പെരുമാറുക. നിങ്ങൾ വളരെ ശ്രദ്ധയോടാണ് ജോലി ചെയ്യുക. കാരണം ആരും നിങ്ങളെ ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ ചെയ്ത ജോലി ഏകദേശം ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോ നിങ്ങൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് അതിനകത്തൊരു തെറ്റ് വരുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മാക്സിമം എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിനകത്ത് പ്രശ്നം വന്ന ആൾക്കാർ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ വളരെ നന്നായിട്ട് ജോലി ചെയ്യുന്ന, എല്ലാ റിലേഷൻഷിപ്പും വളരെ പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു എനർജിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരാണ്, തെറ്റുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് വരും. പക്ഷെ ആ തെറ്റിന്റെ ആൾക്കാർ അതിനെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സോഡിയാക് സൈൻ ഒന്നും വന്നിട്ടില്ല കേട്ടോ. എങ്ങനെയുള്ള ആളുകളുമായിട്ടാണ് നിങ്ങൾ ഇടപഴകുന്നത്? ഓഫീസിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ എങ്ങനെയുള്ളവരാണ്? അപ്പൊ നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ ഈ ചുറ്റുമുള്ള ആളുകള് നിങ്ങൾക്ക് ഇറിറ്റേറ്റ് നിങ്ങളെ പണി തരാൻ നടക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതം വളരെ ദുസ്സഹമായിരിക്കും നിങ്ങളുടെ. മനസ്സിലാവുണ്ടോ? അപ്പോ ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ് കാണിക്കുന്നത്. ജോലി സംബന്ധമായ ഒരു ഇതാണ് ഇവിടെ. കൂടുതലും നിങ്ങൾ ഇടപെടുന്നത് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണ് നിങ്ങൾക്ക് പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളും അവിടെ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി നടത്തുന്ന സ്ഥാപനമായിരിക്കാം. എന്തായാലും ഇത് ധനകാര്യ സ്ഥാപനമാണെന്നാണ് പറയുന്നത്, ധനം കൊണ്ടുവരുന്നത്. അപ്പം ഇവിടെ നിങ്ങൾ ചെറുപ്പം തുടങ്ങി കളിച്ചു വളർന്ന് നിങ്ങൾ ഒരേപോലെ പഠിച്ച് നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥാപനം തുടങ്ങിയതായിരിക്കാനാണ് വഴി. അപ്പൊ ഇവിടെ നിങ്ങൾ വളരെ ആഗ്രഹിച്ച് തുടങ്ങിയ ഒരു സ്ഥാപനമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കൂടെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ മനസ്സിലൊരിതുണ്ട്. അപ്പൊ അവിടെ കൂടെ ജോലി ചെയ്യുന്നവർ അതിനെതിരായിട്ട് പെരുമാറുമ്പോൾ, അതിന് എന്താ പറയാ, തെറ്റായ കാര്യങ്ങൾ അവിടെ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് പണി തരാനൊക്കെ നോക്കുമ്പോൾ, അങ്ങനെയുള്ള ആളുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ ലിബ്ര സോഡിയാക് സൈൻ ആണ് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ ഒരു ധനകാര്യം, പൈസയുടെ കാര്യമായിട്ട് ഇടപെടുന്ന ചിട്ടി കമ്പനിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. എന്ന് വെച്ചാല് ബാങ്കോ പ്രൈവറ്റ് ബാങ്കോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം നിങ്ങൾ ചെയ്യുന്നത്. അപ്പോ ഇവിടെ വർക്ക് ചെയ്യുന്ന അപ്പൊ നിങ്ങളും ആളും കൂടെ നിങ്ങളുടെ സ്നേഹിക്കുന്ന ആളും കൂടെ തുടങ്ങിയതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ കമ്പനിയിൽ ജോയിൻ ചെയ്തതായിരിക്കാം. എന്നിട്ട് നിങ്ങൾ ആയതായിരിക്കാം. കാരണം നിങ്ങൾ ഒപ്പം പഠിച്ചവരോ ഒപ്പം സ്നേഹിച്ച് വളർന്നവരോ പരിചയമുള്ളവരോ ആണ്. അപ്പോ വളരെ പാഷനേറ്റ് ആയിട്ടാണ് നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തതെങ്കിലും ഈ ഓഫീസിൽ ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ പ്രശ്നങ്ങൾ കണ്ടാല് അതിനെ കണ്ണടച്ചിരുട്ടാക്കുന്ന ആളല്ല നിങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. നിങ്ങൾ കുറച്ചും കൂടെ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പൊ ചില സമയത്ത് കാര്യങ്ങൾ നേരെ നടന്നില്ലെങ്കിൽ അത് വളഞ്ഞ വഴി കൂടെ ചെയ്യാൻ നോക്കുന്ന കുറെ പേര് നിങ്ങളുടെ ചുറ്റുമുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു ദേഷ്യം വരും. അപ്പൊ നിങ്ങൾക്ക് പണി തരണമെന്ന് വിചാരിക്കുന്നവര് നിങ്ങളുടെ ചുറ്റുമുണ്ടെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങൾ പെർഫെക്റ്റ് ആവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവര് നിങ്ങൾക്ക് പണി തരാൻ നോക്കുന്നതാണ്. മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ നിങ്ങളൊരു പണ്ടൊരു നമ്മുടെ ഫേമസ് സിനിമാ നടന്റെ ഒരു സിനിമ ഉണ്ടായിരുന്നു. എവിടെ തെറ്റ് കണ്ടാലും എന്തിനെ കുറിച്ചും പരസ്യമായിട്ട് അത് പ്രശ്നമാക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവസാനം ആ വ്യക്തിക്ക്
ഒരു സ്ത്രീ കാരണം നാണക്കേട് വരുത്തുകയും ആ വ്യക്തിയുടെ ഫാമിലിയിലെല്ലാം പ്രശ്നം ഉണ്ടാകുകയും ചെയ്ത തരത്തിലൊരു സിനിമയുടെ പേര് എനിക്ക് ഓർമ്മയില്ല. അത് പറയാമോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടായിരുന്നു. പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല സിനിമയുടെ, കേട്ടോ. അപ്പോ ആ ഒരു അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത്. കൂടുതൽ നല്ലതാവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് പണി കൂടുതൽ കിട്ടും. കാരണം ആൾക്കാർക്ക് ആർക്കും പെർഫെക്റ്റ് കാര്യം നടക്കണമെന്നേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. അത് എങ്ങനെ നടക്കുന്നു എന്നല്ല, നടക്കണം കാര്യം. അത് നേരായ വഴിക്ക് നടന്നില്ലെങ്കിൽ വളഞ്ഞ വഴി നോക്കും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന കുറെ ആളുകളാണ്. അതിന്റെ ഇടയിലാണ് നിങ്ങൾ പോയി പെട്ടിരിക്കുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ലീബ്ര മാത്രമേ വന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് എന്താണ് ഇവർക്കുള്ള, നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങളോട് സംസാരിക്കണമെന്നുണ്ട് ഇവർക്ക്. നിങ്ങളോട് കാര്യങ്ങൾ പറയാന്ന് വെച്ചാല് ചില സമയങ്ങളിലേ ചിലപ്പോ ചില നല്ല കാര്യങ്ങൾക്ക് നുണ പറയാൻ പാടില്ല. പക്ഷെ ചില കാര്യങ്ങൾ പ്രശ്നമാകുമെന്നറിയുമ്പോ അവിടെ ചെറിയ നുണകൾ പറയാമെന്ന് ചിലര് പറയാറുണ്ട്, ചിലരെ രക്ഷിക്കാൻ വേണ്ടി. മനസ്സിലായോ ഒക്കെ? അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം ഇപ്പൊ ഇവര് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ഈ നടത്തുന്ന സ്ഥാപനത്തില് പെർഫെക്റ്റ് ആയിട്ട് പോകുക എന്നുള്ള ബുദ്ധിമുട്ടാണ്. നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ചില കാര്യങ്ങള് ഇപ്പോ ഇപ്പോ നമ്മളെ പരിതസ്ഥിതി അനുസരിച്ച് നമ്മൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കണം. ചില സമയത്ത് നമുക്ക് ചില നുണകളൊക്കെ പറയേണ്ടി വരും. ചില കള്ളത്തരങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യേണ്ടി വരുമെന്ന കാര്യം ആരൊക്കെയോ നിങ്ങളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്തിരി ശുദ്ധഗതിയുള്ള ഒരു പുരുഷനോ സ്ത്രീയോ ആണ്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരും. ഇതൊന്നും ശരിയല്ല ഒരിക്കൽ ഒരു കുഞ്ഞിക്കുട്ടി എന്നോട്, അവന് ഒരു 5ൽ എന്തോ പഠിക്കുകയാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ആന്റി, എനിക്ക് ഇങ്ങനെ എന്റെ അച്ഛനോടും അമ്മയോടും ചില സമയത്ത് ദേഷ്യം വരാറുണ്ട്, അവരവിടെ നുണ പറയും എന്ന് പറഞ്ഞു. അപ്പോ ഞാൻ അവനോട് പറഞ്ഞു, എടാ കുഞ്ഞുങ്ങളായിരിക്കുമ്പോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവില്ല. നമ്മൾ ജീവിക്കുന്ന പരിതസ്ഥിതിയിൽ ചില സമയത്ത് ചില ആളുകൾക്ക് ചില നുണകളൊക്കെ പറയേണ്ടി വരും. ചിലപ്പോ മറ്റുള്ളവരെ ആയിരിക്കും അവരങ്ങനെ ചെയ്യണത്. അത് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നീ കുറച്ചും കൂടെ മുതിർന്നു കഴിയുമ്പോ നിനക്ക് കാര്യത്തിന്റെ കുറച്ച് പിടുത്തം കിട്ടും. കൊച്ചിനൊന്നും മനസ്സിലായില്ല, പക്ഷെ അതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കൊച്ചിനോട്. അവിടെ അത് തന്നെയാണ് ഇവിടെയും. നിങ്ങളും ഒരു കുഞ്ഞു കുട്ടി പോലെയാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് കള്ളത്തരം ശരിക്കും അറിയില്ല. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യുന്ന ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ ആളുകൾ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. നിങ്ങൾ ശുദ്ധതയുള്ള ആളാണെന്ന് അവർക്കറിയാം. പക്ഷെ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുന്ന ചില സമയങ്ങളുണ്ട്. അപ്പൊ അതുപോലൊരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളോട് അവര് കുറച്ച് സംസാരിക്കാനുണ്ട് ഞങ്ങൾക്ക് എന്ന് പറയും. അതല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാള് നിങ്ങളോട് വന്ന് സംസാരിക്കും, ഇതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാരണം നിങ്ങളുടെ ഈ ഇടപെടലുകൾ കൊണ്ട് നിങ്ങളുടെ ഈ സ്ഥാപനത്തില് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതിന്റെ പുരോഗതിക്ക് നിങ്ങൾ തടസ്സമായിട്ട് നിൽക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ഇവരെങ്ങനെയാണ് കാണുന്നത് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള ചോദ്യം. നിങ്ങൾ ഒരു ശുദ്ധഗതിയുള്ള ഒരു എനർജി ആയിട്ടാണ് എല്ലാവരും കാണുന്നത്, നിങ്ങളുടെ ചുറ്റുമുള്ളവര്, നിങ്ങളെ സ്നേഹിക്കുന്ന ആളും എല്ലാവരും. പക്ഷെ ചില സമയത്ത് ഈ ശുദ്ധൻ ദുഷ്ടന്റെ ഗുണം ചെയ്യുമെന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ അവരെങ്ങനെയാണ് കാണുന്നത്? ഇവര് നിങ്ങളെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ കംപ്ലീറ്റ് 100% നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ നോക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങള് മുൻപിൻ ചിന്തിക്കാതെ ചില സമയത്ത് പ്രവർത്തിക്കും. ഇപ്പൊ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്നത്, ഇപ്പം ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു, എന്തെങ്കിലും ഒരു കണക്കിൽ ഒരു പെശക് കണ്ടു, നിങ്ങളപ്പോ അവരെ ഒരു സ്ഥലത്ത് മീൻസ് സ്വകാര്യമായിട്ട് അവരോട് സംസാരിക്കാതെ നിങ്ങൾ എല്ലാവരുടെ മുമ്പിൽ വെച്ചും അവരുടെ ഈ തെറ്റ് ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് അവരോട് പറയുകയും ചെയ്യും, ഇവിടെ പൈസയുടെ കാര്യങ്ങളാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പണി കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഉയർന്ന പൊസിഷനിലുള്ള ഒരാളായതുകൊണ്ട് ആ വ്യക്തിക്ക് തിരിച്ചു നിങ്ങളോടൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ഭയങ്കരമായ സങ്കടം വരും. അപ്പൊ ഈ എംപ്ലോയീസ് എല്ലാം ചുറ്റും നിന്ന് നിങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്.
എന്നാണ് പറയുന്നത്. അപ്പോ പക്ഷെ നിങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്ക് കുറെ അറുതി ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് അപ്പൊ മാക്സിമം തെറ്റുകൾ കണ്ടുപിടിച്ച് അത് തിരുത്തുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണെന്ന് ഇവർക്ക് അറിയാം. നിങ്ങൾ ചെയ്യുന്ന ജോലിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു കാര്യത്തിലേ അവർക്ക് പ്രശ്നമുള്ളൂ. നിങ്ങൾ പരസ്യമായിട്ട് മറ്റുള്ളവരെ ചീത്ത പറയുന്ന, അവരുടെ തെറ്റുകൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്യമായിട്ട് ആളുകളെ വഴക്ക് പറയുന്നു. അതൊന്ന് കുറയ്ക്കാമോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇവർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ സീനിയർ ആയിട്ട് ആരാണല്ലോ അവരോട് സംസാരിച്ച് നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാൻ പറയും കേട്ടോ. അതാണ് അവർ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നിങ്ങളെ ഉപദ്രവിക്കാനൊന്നും അവർക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഇവർക്ക് അറിയാം. പക്ഷെ അതില് നിങ്ങളെ കൊണ്ട് വളരെ ഗുണമുണ്ട് ഇവിടെ. പക്ഷെ നിങ്ങളുടെ പെരുമാറ്റം ചില സമയത്ത് നിങ്ങളുടെ പെരുമാറ്റത്തിൽ മറ്റുള്ളവർക്ക് വളരെ സങ്കടം ഉണ്ടാക്കുന്നുണ്ട്, മാനസിക വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൊരു ചെറിയൊരു വ്യത്യാസം ഇവർ പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അല്ലാതെ നിങ്ങളോട് ആർക്കും വലിയ വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ ഈ സ്വഭാവം കുറച്ച് മാറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നല്ല വൈരാഗ്യം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവര് വന്ന് നിങ്ങളോട് സംസാരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ സ്ട്രോങ് ആയിട്ട് ആകെ ലീബ്ര മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.